Hi all, welcome to ANS Academy. So, നമ്മുടെ 30 days വീഡിയോ സീരീസിൻ്റെ 6th സെക്ഷനാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഇറിഗേഷൻ എന്ന സബ്ജക്റ്റിലെ ടോപ്പിക്സ് ആയിരുന്നു നോക്കിയിരുന്നത്. ആ സബ്ജക്റ്റിലെ ടോപ്പിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ, വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഇത്രയും ടോപ്പിക്സ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻട്രൊഡക്ഷൻ ടു ഇറിഗേഷൻ, ടൈപ്സ് ഓഫ് ഇറിഗേഷൻ, മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ, ക്രോപ്സ്, ഇമ്പോർട്ടൻറ്റ് ടേംസും ക്രോപ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേംസും ആയിരുന്നു. അപ്പോൾ ഈ സെക്ഷനിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഇറിഗേഷൻ ഈസ്, ഓപ്ഷൻസ് നോക്കാം. സപ്ലൈ ഓഫ് വാട്ടർ, ജനറേഷൻ ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്, ഫ്ലഡ് കൺട്രോൾ, ഇൻക്രീസ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. അത് ഞാൻ പറഞ്ഞിരുന്നു, ഇതെല്ലാം ഒബ്ജക്റ്റീവായിട്ട് വരുന്നുണ്ടെങ്കിലും മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ തന്നെയാണ് അല്ലേ. അപ്പം ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഇറിഗേഷൻ ഈസ് ഓപ്ഷൻ ഡി, ഇൻക്രീസ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഫക്റ്റ് ഓഫ് ഇറിഗേഷൻ ഈസ്, ഇറിഗേഷൻ്റെ എഫക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ഓപ്ഷൻസ്: മേക്കിംഗ് ബ്രീഡിംഗ് പ്ലേസസ് ഫോർ മൊസ്കിറ്റോസ്, വാട്ടർ ലോഗിങ്, ഡാം ക്ലൈമറ്റ്, ഓൾ ഓഫ് ദീസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നായിരുന്നു അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ്? മൊസ്കിറ്റോസിന് ബ്രീഡ് ചെയ്യാനുള്ള പ്ലേസാണ്, വാട്ടർ ലോഗിങ് ഉണ്ട്, ഡാം ക്ലൈമറ്റും ഇതിൻ്റെ ഇറിഗേഷൻ്റെ എഫക്റ്റുകൾ തന്നെയാണ്. സോ ആൻസർ എന്തായിട്ട് വരും? ഓൾ ഓഫ് ദീസ്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇറിഗേഷൻ വർക്ക് മേ ബി കൺസ്ട്രക്റ്റഡ് ഇൻ എ പ്ലേസസ് മോർ വാട്ടർ ഈസ് അവൈലബിൾ, മോർ വാട്ടർ ഈസ് നോട്ട് അവൈലബിൾ, മോർ ക്രോപ്പ് ഈസ് അവൈലബിൾ, ഡെഫിഷ്യൻസി ഓഫ് വാട്ടർ ഈസ് ലെസ് അല്ലേ. ഓപ്ഷൻസ് വായിക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ തോന്നും. എന്താ ഇറിഗേഷൻ വർക്ക് മേ ബി കൺസ്ട്രക്റ്റഡ് ഇൻ എ പ്ലേസ് വേർ? ആക്ച്വലി നമ്മൾ ഏറ്റവും കൂടുതൽ വാട്ടർ ഉള്ളിടത്താണ് നമ്മൾ ഇറിഗേഷൻ പ്രോജക്റ്റ് പ്ലേസ് ചെയ്യേണ്ടത്. കാരണം എന്താ, അവിടുന്ന് നമുക്ക് സപ്ലൈ കൊടുക്കാൻ പറ്റും, അല്ലാതെ ബാക്കി ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. നോക്കിക്കേ, അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് മോർ വാട്ടർ ഈസ് അവൈലബിൾ. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, വിച്ച് ക്രോപ്പ് ആർ സോൺ ഇൻ ഓട്ടം ആൻഡ് ഹാർവസ്റ്റഡ് ഇൻ സ്പ്രിംഗ്? അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ക്രോപ്സ് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, സോൺ ചെയ്യുന്നതും ഹാർവസ്റ്റ് ചെയ്യുന്നതും ടൈം എപ്പോഴാണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വിച്ച് ക്രോപ്പ് ആർ സോൺ ഇൻ ഓട്ടം ആൻഡ് ഹാർവസ്റ്റഡ് ഇൻ സ്പ്രിംഗ്? ഓപ്ഷൻസ്: ഖാരിഫ്, റാബി, സെയ്ദ്, ഡ്രൈ ക്രോപ്സ്. അപ്പോൾ നമുക്കറിയാം, ഓട്ടത്തിൽ സോൺ ചെയ്യുന്നത്, സ്പ്രിങ്ങിൽ ഹാർവസ്റ്റ് ചെയ്യുന്നത് ഏത് ക്രോപ്പാണ്? റാബി ക്രോപ്പാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഡ്യൂട്ടി ഡെൽറ്റ ആൻഡ് ബേസ് പീരീഡ് ബി? നമ്മൾ ഇക്വേഷൻ പഠിച്ചിരുന്നതാണല്ലേ. ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? നോക്കിക്കേ, ഓപ്ഷൻസ് നോക്കിക്കേ, എല്ലാം ഒരേപോലെ തന്നെ തോന്നും. അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചെങ്കിലേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഓപ്ഷൻസ് കളക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിക്കേ, ഡെൽറ്റ ഇസിക്കൽ ടു 8.64 ബി ബൈ ഡി എന്നാണ് നമ്മൾ പഠിച്ച റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷനിൽ നിന്ന് ആൻസർ ഏതായിട്ട് വരും? ഓപ്ഷൻ സി, 8.64 ബി ബൈ ഡി. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ ടൈം ബിറ്റ്വീൻ ഫസ്റ്റ് വാട്ടറിംഗ് ഓഫ് എ ക്രോപ്പ് ഓൺ സോയിങ് ടു ഇറ്റ്സ് ലാസ്റ്റ് വാട്ടറിംഗ് ബിഫോർ ഹാർവസ്റ്റിംഗ്? ഓപ്ഷൻസ്: ബേസ് പീരീഡ്, റാബി സീസൺ, കോർ പീരീഡ്, ക്രോപ്പ് പീരീഡ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു എന്തൊക്കെ ബേസ് പീരീഡും ക്രോപ്പ് പീരീഡും പറഞ്ഞിരുന്നതാണല്ലേ. ഫസ്റ്റ് വാട്ടറിങ് തൊട്ട് ലാസ്റ്റ് വാട്ടറിങ് വരെയുള്ള ടൈം പീരീഡിനെ നമ്മൾ എന്താണ് പറയുന്നത്? ബേസ് പീരീഡ് എന്നാണ് പറയുന്നത് അല്ലേ. അതേസമയം ഒരു ക്രോപ്പ് എത്ര നാൾ ഫീൽഡിൽ ഉണ്ടായിരിക്കും, ആ ഒരു പീരീഡിനെ പറയുന്നത് എന്താണ്? ക്രോപ്പ് പീരീഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ എ, ബേസ് പീരീഡ്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ് ബൈ എ ക്രോപ്പ് ഡ്യൂറിങ് ദ എൻറ്റയർ പീരീഡ് ഇൻ ദ ഫീൽഡ്? ഓക്കെ, ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ടേമിൽ നിന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് ആൻസർ പിക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഓപ്ഷൻസ് കൂടെ നോക്കുകയാണെങ്കിൽ, ഡ്യൂട്ടി, ബേസ് പീരീഡ്, ഡെൽറ്റ, ക്രോപ്പ് പീരീഡ്. അപ്പം ഇതൊരു ഹിൻഡ് വേർഡാണ് അല്ലേ. ഇത്രയും സെൻറ്റൻസിൽ നിന്ന്, ഇത്രയും പാർട്ടിൽ നിന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് ഓപ്ഷൻസിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കുക. എന്താണ്? ഡെൽറ്റയാണ് ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ് ബൈ എ ക്രോപ്പ് ഡ്യൂറിങ് ദ എൻറ്റയർ പീരീഡ് ഇൻ ദ ഫീൽഡ്. ഓക്കെ ആണല്ലോ. സിമ്പിൾ ക്വസ്റ്റ്യനാ, ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ, വാട്ട് ഈസ് ദ ഫസ്റ്റ് വാട്ടറിങ് ബിഫോർ സോയിങ് ദ ക്രോപ്പ്? ലാൻഡ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ ക്രോപ്പ് സോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ലാൻഡ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് വാട്ടറിങ് ചെയ്യും. അതിനെ പറയുന്നത് എന്താണ്? ഓപ്ഷൻസ് കൂടെ നോക്കാം. കോർ വാട്ടറിങ്, പാലിയോ, ഡെൽറ്റ, ഡ്യൂട്ടി. ക്ലിയർ ആയിട്ട് അറിയാവുന്ന കാര്യമാണ്. എന്താണ്? പാലിയോ ഇറിഗേഷൻ ആണ് ഫസ്റ്റ് വാട്ടറിങ് ബിഫോർ സോയിങ് ദ ക്രോപ്പ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത്, ഏരിയ ഓഫ് ലാൻഡ് വെയർ ക്രോപ്പ് ക്യാൻ ബി ഗ്രോൺ സാറ്റിസ്ഫാക്ടർലി? CCA ഓപ്ഷൻസ് നോക്കാം. CCA, GCA,
ഡ്യൂട്ടി ഡെൽറ്റ. സി സി എന്ന് പറയുന്നത് എന്താണ്? കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ. ജി സി എന്ന് പറയുമ്പോൾ ഗ്രോസ് കമാൻഡഡ് ഏരിയ. ഓക്കെ ആണല്ലോ. അപ്പം ക്രോപ്സ് ക്യാൻ ബി ഗ്രോൺ സാറ്റിസ്ഫാക്ടറിലി ഏതാണ് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത്? സി സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ദ റേഷ്യോ ഓഫ് ഏരിയ അണ്ടർ ദ ക്രോപ്സ് ഓഫ് 2 മെയിൻ സീസൺസ്. ഓപ്ഷൻസ് ക്രോപ്പ് റേഷ്യോ, ക്രോപ്പ് പീരീഡ്, ബേസ് പീരീഡ്, സി സി എ. അപ്പോൾ എന്താ ഇവിടെ 2 മെയിൻ സീസൺ തമ്മിലുള്ള ഏരിയകളുടെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താ ആൻസർ ആയിട്ട് വരുന്നത്? ക്രോപ്പ് റേഷ്യോ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്രോപ്പ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഇറിഗേറ്റഡ് ബൈ മെയിൻ സീസൺ. ഇവിടെ നമ്മൾക്ക് എന്താ നമ്മൾ പഠിച്ചിരുന്ന ക്ലാസ്സിൽ പഠിച്ചിരുന്ന എന്തൊക്കെയാണ്? റാബി സീസണും ഖാരിഫ് സീസണും ആണ് അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഏരിയ ഇറിഗേറ്റഡ് ബൈ റാബി സീസൺ ബൈ ഏരിയ ഇറിഗേറ്റഡ് ബൈ ഖാരിഫ് സീസണാണ്. ഓക്കെ, അപ്പം ക്രോപ്പ് റേഷ്യോ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ദ ക്രോപ്സ് കനോട്ട് നോർമലി ബി ഗ്രോൺ വിത്തൗട്ട് ഇറിഗേഷൻ വാട്ടർ. അപ്പോൾ ഇത് ഓപ്ഷൻസ് നോക്കാം. ഡ്രൈ ക്രോപ്സ്, റെയിനി ക്രോപ്സ്, വെറ്റ് ക്രോപ്സ്, റാബി ക്രോപ്സ്. എന്താണ് ഇതിൽ? കനോട്ട് ബി, ക്രോപ്സ് കനോട്ട് ബി നോർമലി ബി ഗ്രോൺ വിത്തൗട്ട് ഇറിഗേഷൻ വാട്ടർ. എന്താ? ഇറിഗേഷൻ വാട്ടർ ഇല്ലാതെ ഇവയ്ക്ക് വളരാൻ സാധിക്കില്ല. അപ്പോൾ എന്താ ഇതിൽ ഓപ്ഷൻസ് നമുക്കറിയാം വെറ്റ് ക്രോപ്സ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. തിരിച്ച് എന്താ ഇറിഗേഷൻ വാട്ടർ നെസസറി അല്ലാതെ വളരുന്ന ക്രോപ്സും ഉണ്ട്. ആ ക്രോപ്സിനെ നമ്മൾ എന്താണ്? ഡ്രൈ ക്രോപ്സ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡ്യൂട്ടി ഈസ് എക്സ്പ്രസ്ഡ് ഇൻ അല്ലേ. സിമ്പിളുമാണ് പക്ഷേ പഠിച്ചിരിക്കേണ്ടതാണ്. നോക്കിക്കേ ഓപ്ഷൻസ് നോക്കിക്കേ. കൺഫ്യൂഷൻ വരത്തക്ക തരത്തിലുള്ള ഓപ്ഷൻസ് ആണ്. നോക്കാം. ഹെക്ടർ പെർ ക്യൂബിക് സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്, ഹെക്ടർ പെർ ക്യൂബിക് മീറ്റർ പെർ സെക്കൻഡ്, ഏരിയ പെർ ക്യൂബിക് മീറ്റർ പെർ സെക്കൻഡ്, ഹെക്ടർ പെർ ക്യൂബിക് mm പെർ സെക്കൻഡ്. എന്താണ് നമ്മുടെ ഹെക്ടർ പെർ ക്യൂമക്കാണ് ഡ്യൂട്ടി എക്സ്പ്രസ് ചെയ്യുന്നത്. ഓപ്ഷനിൽ നിന്ന് ഏതാണ് വരുന്നത്? ഹെക്ടർ പെർ ക്യൂബിക് മീറ്റർ പെർ സെക്കൻഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇത് ന്യൂമറിക്കൽസ് ഇതിൽ നിന്ന് വരാൻ ഡ്യൂട്ടി ഡെൽറ്റ റിലേഷൻ്റെ ന്യൂമറിക്കൽസും വരാം. ഇതുപോലത്തെ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസും വരാറുണ്ട്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നെയിം ദ ഏരിയ ഇറിഗേറ്റഡ് ബൈ എ ഡാം. അല്ല, ഒരു ഡാമോ എന്തെങ്കിലും ഒരു ഇറിഗേഷൻ പ്രോജക്റ്റോ കൊണ്ട് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻസ് നോക്കാം. അയാക്കട്ട്, കാച്ച്മെൻറ്റ് ഏരിയ, റിസർവോയർ, അപ്സ്ട്രീം സൈഡ്. അപ്പം നമുക്കറിയാം എന്താണ്? ജി സി ആണ് ആൻസർ അല്ലേ. അപ്പോൾ ജി സിയുടെ ഒരു ഓൾട്ടർനേറ്റ് നെയിമാണ് എന്ത്? അയാക്കട്ട്. സോ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ എ അയാക്കട്ടാണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ദ റിലേഷൻ ബിറ്റ്വീൻ ജി സി എ ആൻഡ് സി സി എ ഇസ് ഗിവൺ ബൈ. ജി സി എന്ന് പറയുമ്പോൾ ഗ്രോസ് കമാൻഡഡ് ഏരിയ, സി സി എന്ന് പറയുമ്പോൾ കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ. നോക്കിക്കേ ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്ന ഏതാണ്? ജി സി എ ഈക്വൽ ടു സി സി എ പ്ലസ് അൺകൾച്ചറബിൾ ഏരിയാസ്. അപ്പോൾ ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ജി സി എ ഈക്വൽ ടു സി സി എ പ്ലസ് അൺകൾച്ചറബിൾ ഏരിയ. ക്ലിയർ ആയിട്ടുള്ള കാര്യമാണല്ലോ, സിമ്പിളാണ്, നമ്മൾ പഠിച്ചിരുന്നതാണ്, മുമ്പത്തെ ക്ലാസ്സിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ റേഷ്യോ ഓഫ് ആക്ച്വലി ഇറിഗേറ്റഡ് ഏരിയ ഡ്യൂറിങ് എ ക്രോപ്പ് സീസൺ ടു ദ കൾച്ചറബിൾ ഇറിഗബിൾ ഏരിയ ഈസ് കോൾഡ്. എന്താ? റേഷ്യോ ഓഫ് ആക്ച്വലി ഇറിഗേറ്റഡ് ഏരിയ ഡ്യൂറിങ് എ ക്രോപ്പ് സീസൺ ടു ദ കൾച്ചറബിൾ ഇറിഗബിൾ ഏരിയ. നമ്മൾ പഠിച്ചത് എന്താണ്? ഓപ്ഷൻസ് കൂടെ നോക്കാം. ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ, ഫ്രീക്വൻസി ഓഫ് ഇറിഗേഷൻ, കപ്പാസിറ്റി കോഎഫിഷ്യൻറ്റ് ആണ്. ഇതിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചതാണ് എന്ത്? ഏരിയ ഇറിഗേറ്റഡ് ഡിവൈഡഡ് ബൈ സി സി എ ടു 100 എന്ന് പറയുന്നത് പെർസെൻറ്റേജ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് പറയുന്നത്? ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഖാരിഫ് ക്രോപ്പ്. ഏതാണെന്ന് നോക്കാം. കണ്ടോ, ക്രോപ്സിൽ ഞാൻ പറഞ്ഞിരുന്ന എക്സാമ്പിൾസ് വെച്ചിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓപ്ഷൻ എ വീറ്റ്, ബി വാട്ടർമെലോൺ, സി പാഡി, ഡി ഗ്രാം. ഏതാണ് ഖാരിഫ് ക്രോപ്പ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസിൽ നമുക്ക് ഏതാണ് സെലക്ട് ചെയ്യാൻ പറ്റുക? പാഡിയാണ് സെലക്ട് ചെയ്യാൻ പറ്റുക. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ആവറേജ് ഡെൽറ്റ വാല്യൂ ഓഫ് റൈസ്. അപ്പോൾ ഡെൽറ്റ വാല്യൂ കുറച്ച് നമ്മൾ പഠിച്ചിരുന്നു. ഇതിൽ റൈസിൻ്റെ ഡെൽറ്റ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. 120 സെൻറ്റിമീറ്റർ. അപ്പം ഡെൽറ്റ വാല്യൂ എപ്പോഴും എന്താണ്? സെൻറ്റിമീറ്ററിലാണ് കൊടുക്കാറ്. ഓക്കെ, ഡ്യൂട്ടി ആകുമ്പം ഹെക്ടർ പെർ ക്യൂമക്ക്. ഇതൊക്കെ യൂണിറ്റ് കൂടെ നിങ്ങൾ പഠിച്ചു പോകുമ്പോൾ കൂടെ തന്നെ പഠിച്ചു പോവുക. ഓപ്ഷൻ എ 120 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ബി 40 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ സി 100 സെൻറ്റിമീറ്റർ, ഡി 65 സെൻറ്റിമീറ്റർ. അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചതിൽ ഏറ്റവും സിമ്പിളായിരുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചു വെച്ചിരുന്നതാണ് ഇതല്ലേ.
അപ്പോൾ എന്താ ഓപ്ഷൻ എ 120 സെൻറ്റിമീറ്റർ ആണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ വാല്യൂസൊക്കെ പഠിച്ച് വെക്കുമ്പോൾ കുറച്ച് ഒന്ന് റിവൈസ് ചെയ്ത് കൊടുക്കുക, ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവൈസ് ചെയ്ത് കൊടുക്കുക. ആദ്യം പഠിക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും പെട്ടെന്ന് മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അന്നേരം നിങ്ങൾ എന്താ കുറച്ചൊന്ന് റിവൈസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ദ ക്രോപ്സ് വിച്ച് ആർ ഓർഡിനറിലി ഗ്രോൺ വിത്തൗട്ട് ഇറിഗേഷൻ വാട്ടർ ഈസ് കോൾഡ്. എന്താ വിത്തൗട്ട് ഇറിഗേഷൻ വാട്ടർ, അവയുടെ അവിടെ കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. വെറ്റ് ക്രോപ്സ്, ഇറിഗേറ്റഡ് ക്രോപ്സ്, ഡ്രൈ ക്രോപ്സ്, സീസണൽ ക്രോപ്സ്. സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഡ്രൈ ക്രോപ്സ് ആണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ഡ്രൈ ക്രോപ്സ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ദ ഒപ്റ്റിമം ഡെപ്ത് ഓഫ് കോർ വാട്ടറിംഗ് ഈസ് 19 സെൻറ്റിമീറ്റർ ഫോർ. അപ്പോൾ കോർ വാട്ടറിങ്ങിൻ്റെ ഡെപ്തും പഠിച്ചിരുന്നു, അതായത് കോർ വാട്ടറിങ്ങിൻ്റെ ഡെൽറ്റ വാല്യൂ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ 19 സെൻറ്റിമീറ്റർ ഏത് ക്രോപ്പിനാണ് വരുന്നതെന്ന് നമുക്ക് ഓപ്ഷൻസോട് നോക്കാം. വീറ്റ്, ഷുഗർ കെയിൻ, റൈസ്, കോട്ടൺ. 19 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. റൈസിനാണ് 19 സെൻറ്റിമീറ്റർ ഡെൽറ്റ വാല്യൂ ആയിട്ട് വരുന്നത്, അതായത് കോർ വാട്ടറിങ്ങിൻ്റെ ഡെപ്ത് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ക്രോപ്പ് റിക്വയർസ് ടോട്ടൽ ഡെപ്ത് ഓഫ് 120 സെൻറ്റിമീറ്റർ ഓഫ് വാട്ടർ ബേസ് പീരീഡ് ഓഫ് 120 ഡേയ്സ് ദെൻ ദ ഡ്യൂട്ടി ഓഫ് ദ ക്രോപ്പ് ഈസ് ഹെക്ടർ പെർ ക്യൂബിക്കിലാണ് വേണ്ടത്. നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഡെൽറ്റ ഈക്വൽ ടു 8.64 B/D ആണ്. ഇത് മീറ്ററിലാണ് ആൻസർ കിട്ടുന്നത്. ഇനി ഇതിൻ്റെ സെൻറ്റിമീറ്ററിൽ, അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡ്യൂട്ടിയുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ മാറ്റി എഴുതാം. D = 8.64 B/Δ. ഇത് മീറ്ററിലാണ്. അപ്പോൾ സെൻറ്റിമീറ്ററിലാകുമ്പം ഇവിടെ എന്താണ് 120 സെൻറ്റിമീറ്ററിലാണ് നമുക്ക് ഡെൽറ്റ വാല്യൂ കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് ഇക്വേഷൻ മാറ്റി എഴുതാം. 864/4 × B/Δ. ഇവിടെ ബിയുടെ വാല്യൂയും 120 ആണ്, ഡെൽറ്റ വാല്യൂയും 120 തന്നെയാണ്. അപ്പോൾ ആൻസർ എന്ത് വരും? 864 ആയിട്ട് വരും. അപ്പോൾ ഓപ്ഷൻ ബി 864 ആണ് ആൻസർ. അപ്പോൾ നിങ്ങളെന്താ തന്നിരിക്കുന്ന, അപ്പോൾ നമ്മൾ കാണുമ്പോൾ ക്വസ്റ്റ്യൻ എളുപ്പമാണ്, അറിയാവുന്ന ക്വസ്റ്റ്യനാണ്, അടിക്കടി ചെയ്യരുത്. യൂണിറ്റും കൂടെ ശ്രദ്ധിച്ചോളൂ. സെൻറ്റിമീറ്ററിലാണോ തന്നിരിക്കുന്നത്, മീറ്ററിലാണോ തന്നിരിക്കുന്നതെന്ന് ഒന്ന് ശ്രദ്ധിച്ച് വേണം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ആൻസറായിട്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ ബി 864. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The area in which a crop is grown at a particular time or crop season is known as gross commanded area, culturable commanded area, culturable uncultivated area, catchment area. എന്താ ഗ്രോൺ അറ്റ് എ പർട്ടിക്കുലർ ടൈം. അപ്പം ഗ്രോസ് കമാൻഡഡ് ഏരിയയിൽ കൾച്ചറബിൾ ഏരിയയിലായിരിക്കും പർട്ടിക്കുലർ ടൈമിൽ ഗ്രോ വരുന്നത്. അപ്പോൾ ആൻസർ എന്തായിട്ട് വരും? കൾച്ചറബിൾ കമാൻഡഡ് ഏരിയ ആണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റാബി ക്രോപ്സ് ആർ സോൺ ആൻഡ് ഹാർവസ്റ്റഡ് ഇൻ ദ മന്ത് ഓഫ്. കണ്ടോ, മന്ത് ചോദിച്ചു, എക്സാമ്പിൾ ചോദിക്കുന്നുണ്ട്. സോണും സീസൺ ഏത് സീസണിലാണ് സോൺ ചെയ്യുന്നത്, ഹാർവസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ആ മന്ത് ഏതാണെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാ രീതിയിലും വരും. അത് നിങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുക. ഓപ്ഷൻസ് നോക്കാം. ഏപ്രിൽ ആൻഡ് സെപ്റ്റംബർ, ഒക്ടോബർ ആൻഡ് മാർച്ച്, ഫെബ്രുവരി ആൻഡ് ജൂൺ, ജാനുവരി ആൻഡ് മാർച്ച്. അപ്പം റാബി ക്രോപ്സിൻ്റെ കാര്യം വരുമ്പം സോൺ ചെയ്യുന്നത് ഒക്ടോബറിലും ഹാർവസ്റ്റ് ചെയ്യുന്നത് മാർച്ച്, ആ ഒരു സീസണാണ് വരുന്നത്. അപ്പം ഓപ്ഷൻ ബി ഒക്ടോബർ ആൻഡ് മാർച്ച് ആണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷുഗർ കെയിൻ ഈസ് ഓപ്ഷൻസ് പെരണിയൽ ക്രോപ്പ്, ഖാരിഫ് ക്രോപ്പ്, റാബി ക്രോപ്പ്, നൺ. സോ ഷുഗർ കെയിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു വർഷം ഫുൾ ഉണ്ടെങ്കിൽ മാത്രമേ മെച്യൂരിറ്റിയിൽ എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് പെട്ടെന്ന് തന്നെ പിക്ക് ചെയ്യാം. ഏതാണ്? പെരണിയൽ ക്രോപ്പാണ് ഷുഗർ കെയിൻ എന്ന് പറയുന്നത്. സോ എക്സാമ്പിൾസ് കൂടെ പഠിക്കുമ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് എക്സാമ്പിൾസ് കൂടെ പഠിച്ചു വെച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്വാനി ക്രോപ്സ് ആർ ഓൾസോ നോൺ ആസ്. ഓപ്ഷൻ എ റാബി ക്രോപ്സ്, ഓപ്ഷൻ ബി ഖാരിഫ് ക്രോപ്സ്, ഓപ്ഷൻ സി ഡ്രൈ ക്രോപ്സ്, ഓപ്ഷൻ ഡി വെറ്റ് ക്രോപ്സ്. നോക്കിക്കേ, സ്വാനി ക്രോപ്സ്. അപ്പോൾ ഇതൊരു ഓൾട്ടർനേറ്റീവ് നെയിമാണ്, നിങ്ങളിതൊന്ന് നോട്ട് ചെയ്ത് തന്നെ വെച്ച് പഠിക്കുക. ഓക്കെ, സ്വാനി ക്രോപ്സ് എന്ന് പറയുന്നത് ഖാരിഫ് ക്രോപ്സിനെയാണ് സ്വാനി ക്രോപ്സ് എന്നും അറിയപ്പെടുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റാബി ക്രോപ്പ്. റാബി ക്രോപ്പ് അല്ലാത്തത് ഏത്? കണ്ടോ, എക്സാമ്പിൾ പഠിക്കുന്നതിൻ്റെ. അപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ എന്തെങ്കിലും ഒന്നോ രണ്ടോ പഠിച്ച് വെച്ചേക്കാതെ, അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കുറച്ചേറെ എക്സാമ്പിൾസ് വെച്ച് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, സോ ഓപ്ഷൻസോട് നോക്കാം. പൊട്ടറ്റോ, ഗ്രൗണ്ട് നട്ട്, വീറ്റ്, ഷുഗർ കെയിൻ. അപ്പോൾ എന്താ റാബി ക്രോപ്പ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പം പൊട്ടറ്റോ, ഗ്രൗണ്ട് നട്ട്, വീറ്റ്, ഷുഗർ കെയിൻ. നമുക്കറിയാം ഗ്രൗണ്ട് നട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഖാരിഫ് ക്രോപ്പാണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഗ്രൗണ്ട് നട്ടാണ്.
സോ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ സെഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിന് മുമ്പുള്ള വീഡിയോസ് നിങ്ങൾ ഫോളോ ചെയ്ത് തന്നെ പോരുക. സോ ഇനി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. താങ്ക് യു.